മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം എന്ന് പണ്ട് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് കണ്ണട വെച്ച് തുടങ്ങിയതാണ് ഞാൻ. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിങ്ങനെ ഒരു പണിയാവുമെന്ന്, ഇതിങ്ങനെ ഒരു ഒഴിയാബാധയാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ കണ്ണ് വല്ലാണ്ട് അതിൻ്റെ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നത് കാരണം 1 മാസം മുന്നേ ഞാൻ ഒരു കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു കണ്ണടക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ പുതിയ കണ്ണട മേടിക്കാൻ പോവാണ്. ആക്ച്വലി ഫ്രെയിമിൻ്റെ പഴയ ഫ്രെയിമാണ്, ഞാനതിൻ്റെ ലെൻസ് മാത്രം വാങ്ങി. അപ്പോഴേക്കും എൻ്റെ പോക്കറ്റ് കാലിയായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു ഫ്രെയിം കൂടെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ എനിക്കില്ല. നമ്മൾ പതിവ് പോലെ എവിടെയോ പാർക്ക് ചെയ്ത് കണ്ട് 1-2 സ്ട്രീറ്റ് അപ്പുറത്തേക്ക് നമ്മൾ നടന്നു പോയോണ്ടിരിക്കുകയാണ്. കാക്കു ആണെങ്കിൽ മുന്നിൽ ആടി പോകണം. എന്താണ് ആ സന്തോഷത്തിന്റെ പിറകിൽ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളവിടെ എത്താനായി പോണ വഴിക്കിതാ ഗൈസ് ഒരു പ്രാവ്. ഇതാണ് നമ്മളുടെ കണ്ണടപീഡിയ, അല്ല ആക്ച്വലി ഐ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഐ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വന്ന സമയത്ത് എനിക്ക് കണ്ണടയിട്ട് പട്ടിഷോ ഒന്നും നടത്താനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഓല് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് കണ്ണട എടുക്കാൻ പോയ സമയത്ത് ഞാനിവിടെ കുറച്ച് കണ്ണടകളൊക്കെ ട്രൈ ചെയ്ത് പട്ടിഷോ നടത്തുന്ന വീഡിയോകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കണ്ണട ഭാവിയിൽ മേടിക്കണം എന്നുണ്ട്. നല്ല രസമല്ലേ കാണാൻ? കാക്കു കണ്ണട കിട്ടിയതിന് ശേഷം എന്നെ ഒരു അന്ധയെ കൊണ്ടുപോകണ പോലെയാണ് കാക്കു കൊണ്ടുപോകുന്നത്. കാക്കുവിന് മനസ്സിലായിട്ടില്ല എന്നാ കണ്ണട വെച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി കാഴ്ച കിട്ടിയിക്കാണ്. കാക്കു എന്നെ കണ്ണണാത്ത ആൾക്കാരെ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോവാ, അത് വായിക്കേ ഇത് വായിക്കേ, അത് എത്ര നമ്പർ ഉണ്ട് ചോദിച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ബെറ്റർ ആണ് ഇപ്പോൾ, കാരണം ഞാൻ ഒട്ടും ഉപയോഗിക്കാണ്ട് എൻ്റെ മസിൽസൊക്കെ ഐയുടെ മസിൽസൊക്കെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് എനിക്ക് വേദനയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇനി റെഗുലറായിട്ട് വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല എന്താവും എന്നുള്ളത്. ഇനി കാക്കുവിൻ്റെ കുറച്ച് ഐ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ബാക്കി കേൾക്കാം. കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അപ്പോൾ ഓക്കെ, ബൈ. ഈ വണ്ടി നമ്പർ പ്ലേറ്റ് എത്ര? ഏത് വണ്ടിന്റെ? ഈ വോൾസ്വാഗന്റെ AEK 04P അല്ലേ? കാണില്ലേ? പൊളിച്ചു He's treating me like ഞാനൊരു അന്ധയാണെന്ന പോലെ. മനസ്സിലായില്ലേ? ലോറിമല്ലോ എന്തത് എക്സെപ്റ്റ് താഴെ ലോക്കൽ അല്ല, അപ്പുറത്തെ മോളത്തെ പ്രശ്നമല്ല.